ഗായ്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മങ്കട എങ്ങനെ പൊളിച്ചെടുക്കാം അല്ലെങ്കിൽ മങ്കട എങ്ങനെ ഉരിക്കാമെന്നാണ്. നമ്മുടെ മങ്കട ആദ്യമേ എടുത്ത് ഒരു പിച്ചാത്തി, നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ആയിരിക്കണം. നമ്മൾ ഇരിക്കുന്ന പിച്ചാത്തിക്ക് മൂർച്ച കുറവ്. മണ്ടഭാഗം ആദ്യം ഇതണക്കൊന്ന് വെട്ടി വിടുക. മണ്ടഭാഗം നല്ലപോലെ വെട്ടി ഇങ്ങനെ വിടുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. മങ്കടയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറു സൈഡ് അതേ കണക്ക്, അതായത് ബാടിഭാഗം ഇത് കണക്ക് കട്ട് ചെയ്ത് അങ്ങ് കളയാം. കാരണം ഇതിൽ ഭയങ്കര മുള്ളുള്ള ഒരു മീനാണ് മങ്കട. ഇതിൻ്റെ തോടിനെല്ലാം നല്ല ആരാണ്. നമ്മളെ കൈ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ കൈ അറിയാതെ തന്നെ മുറിഞ്ഞു പോകും. വയറിൻ്റെ ഭാഗം ഇതണക്ക് കട്ട് ചെയ്ത് നല്ല വിടണം. കാരണം വയറിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ മറക്കരുത്, കാരണം വലിച്ചാൽ വരത്തില്ല. അതുകൊണ്ട് വയറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയണം. ചവള പൊക്കി അവിടെയും നല്ലൊന്ന് വരിഞ്ഞു വിടുക. രണ്ട് സൈഡും വരിഞ്ഞു വിടുക ആണ് ചെയ്യുന്നത്. പിച്ചാത്തിയുടെ ചുണ്ട് വെച്ച് അതിൻ്റെ നമുക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തൊലിന്ന് ആദ്യം ഒന്ന് ഇളക്കി വിടണം. ആ വയറിൻ്റെ ഭാഗത്തും ഇതണക്ക് ഇളക്കി വിടാം. എന്നിട്ട് ഇതിനെ ഒന്ന് വലിക്കുമ്പോൾ തന്നെ വലിയ പാടാണ്. ഇതിന് നമുക്കൊരു തുണിയോ ഗ്ലൗസോ ഇടുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കൈ എപ്പോൾ കീറിയെന്ന് വെച്ചാൽ മതി. ഇപ്പം തന്നെ കൈ നല്ല ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. ഇതിൻ്റെ തോടിന് നല്ല ആരാണ്, അതുകൊണ്ട് നമ്മുടെ കൈ മുറിയും. ഉണ്ടോ? ഇതിൻ്റെ ആ വയറിൻ്റെ ഭാഗം കുത്തി വിട്ടില്ലെങ്കിൽ പാടാണ്. നമ്മൾ ശ്രദ്ധിച്ചോണം, പിച്ചാത്തി വേദന ചെത്തി കൈ കയറരുത്. ഇതാണൊക്കെ ഒന്ന് പിടിച്ച് അവിടെ ഇങ്ങനെ വിട്ടിട്ടില്ല. അവിടെ പിച്ചാത്തി വെച്ച് കുത്തിയത് ശരിയായില്ല. അതുകൊണ്ട് ഇനി ഞാൻ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. വലിച്ചാൽ ഇനി പോരും. കണ്ടോ, ഇതാണ് മങ്കട പൊളിച്ച് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞു. മങ്കടയുടെ മെയിൻ പണിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കുടൽ നമ്മൾ എടുത്ത് കളയുമ്പോൾ ആ ഭാഗം റെഡിയായി. അതിൻ്റെ തൊലിയുടെ ഭാഗമൊക്കെ നമുക്ക് ചെത്തിക്കളയാം ലാസ്റ്റ്. നമ്മളങ്ങനെ കുടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവനെ തലയായി നമ്മൾ ചുണ്ടാദ്യം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ചുണ്ട് കട്ട് ചെയ്താണ് നമുക്ക് അതിനകത്തുനിന്ന് ശകടയൊക്കെ വലിച്ചെടുക്കുക എളുപ്പമാണ്. പിച്ചാച്ചിക്ക് മൂർച്ച കുറവായതിനാൽ നമ്മൾ കട്ട് ചെയ്യുക. ശകടൊന്ന് വലിച്ചു നോക്കാം. വലിച്ചു കഴിഞ്ഞ് പോരും. കണ്ടോ? ഇനി ഇവൻ്റെ ചുണ്ട് വെട്ടി കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് സെൻറ്റർ വെച്ച് മുറിച്ചങ്ങിടാം. തൊലി ഉരിക്കുന്നവരുണ്ട്, തൊലി ഉരിക്കാത്തവരും ഉണ്ട്. കാരണം ഇതിൻ്റെ തൊലി ഉരിക്കാൻ താമസം ആയതിനാൽ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇടാനാണ് പോകുന്നത്. ഇതിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഏതൊരു പിച്ചാത്തിയും നല്ല മൂർച്ച ഉണ്ടെങ്കിൽ ഒറ്റ വെട്ടിന് മുറിഞ്ഞ് മാറണം. അതാണ്, അല്ലെങ്കിൽ മീൻ ചതവ് പറ്റും. ഇതിൻ്റെ ചകട ഭാഗം കണക്ക് രണ്ടായിട്ട് കട്ടി ചിറകും വെട്ടി കളഞ്ഞിട്ട് നമുക്കതണക്ക് ഇടാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു പിച്ചാത്തി എടുത്ത് തട്ടി കൊടുക്കാം. കാരണം ഇതിന് മുള്ളിന് ഭയങ്കര കട്ടിയാണ്. കൈ വെച്ച് തട്ടിയാൽ നമ്മുടെ കൈക്ക് വേദനിക്കുന്നല്ലാതെ പിച്ചാത്തി വെച്ച് തട്ടുമ്പോൾ മീൻ വലിയ ചതവും പറ്റത്തില്ല. തട്ടി മുള്ളിന് ഭയങ്കര കട്ടിയാണ് മങ്കടയുടെ. ഏതൊരു മീനും കട്ടിയുള്ള മുള്ളാണെന്നുണ്ടെങ്കിൽ ഇതണക്ക് തട്ടി കൊടുക്കും. നല്ലൊരു പിച്ചാത്തി എടുത്ത് ഇതണക്ക് പിച്ചാത്തിയോ കമ്പോ എടുത്ത മേളിൽ നിന്ന് തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മങ്കട ഒരെണ്ണം ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിവനെ സെൻറ്റർ വെച്ച് കീറിയങ്ങിടാം. അങ്ങനെ മങ്കടയുടെ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുന്നു. മങ്കട ഒരുപാടുപ്പെട്ട സ്ത്രീകളാരും മേടിക്കത്തില്ല. കാരണം ഇതുകൊണ്ടൊക്കെ വലിയ പണിയായതിന്. എങ്ങനെ നോക്കിയാലും നമ്മുടെ കൈ മുറിഞ്ഞിരിക്കും. കണ്ടോ, മേൽഭാഗം ആദ്യം കട്ട് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത്. മങ്കട ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. കാരണം മങ്കട എടുക്കുമ്പോൾ, പൊളിക്കാൻ എടുക്കുമ്പോൾ ഒരു തുണി നമ്മൾ കരുതുന്നത് ഏറ്റവും നല്ലതാണ്. ഗ്ലൗസ് ആണെങ്കിൽ തുണിയുടെ ഗ്ലൗസ് തന്നെ ആയിരിക്കണം നല്ലത്. മുറിച്ചില്ല. അടിഭാഗം ഇതാണ് കട്ട് ചെയ്ത് വിടുക. പിന്നെ സൈഡ് വരിഞ്ഞു വിടാൻ മറക്കരുത്.
അതുകൊണ്ടൊക്കെ കീറിടാൻ മറക്കരുത്. കാരണം വലിച്ചാൽ തൊലി ഇളകി എടുത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ആ ഭാഗം അങ്ങനെ കീറാൻ മറക്കരുത്. കണക്ക് ഇത്രയേ ഉള്ളൂ പരിപാടി. പിച്ചാത്തി ഇവിടെ വെച്ച് കുത്തുമ്പോൾ നോക്കണം തെറ്റിയൊന്നും കൈ കയറാതെ. കാരണം പിച്ചാത്തി നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിച്ചോടെ വേണം ചെയ്യാൻ. ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ വേണ്ട അതാണ് ഉപ്പ് വരും. നമ്മൾ ഇത് കണക്കൊന്ന് വലിക്കുന്ന രീതി ഒന്ന് ഇളക്കി വിട്ടിട്ട് വലിച്ചാൽ വളരെ പെട്ടെന്ന് പോരും. ഇത്രയോട് പണി. ഇച്ചിരി പിടിച്ച് വലിക്കുന്ന പാടേ ഉള്ളൂ. ഉണ്ടോ? ഇച്ചിരി വരം കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മമ്മളയും പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിനെയും കട്ട് ചെയ്തിടാം. മങ്കട ഇതാണ് മങ്കട. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ മങ്കട കൊണ്ടുവരുമ്പോൾ ഒരു പാട്ടുണ്ട്, മങ്കട എന്നാൽ സങ്കടം തീരുമെന്നും പറഞ്ഞു. അങ്ങനെ മങ്കട നമ്മൾ പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിച്ചാതിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഇത് കട്ട് ചെയ്യാമായിരുന്നു. ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് കൊടുക്കുക. ഉണ്ടോ? അതുകൊണ്ട് മങ്കട അങ്ങനെ കട്ട് ചെയ്ത് ഏകദേശം പരിപാടി കഴിയാറായിരിക്കുന്നു. ചുണ്ട് കട്ട് ചെയ്യുമ്പോൾ പിച്ചാത്തി നല്ല മൂർച്ച വേണം, അല്ലെങ്കിൽ ഇതാണ് കിടന്ന് പാടായിരിക്കും. ഇതിൻ്റെ പാടാണ് ചുണ്ട്. ഉണ്ടോ? ചുണ്ടിൻ്റെ ഭാഗം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു മൂർച്ചയുള്ള പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പാടില്ല കേട്ടോ. ഒറ്റ വെട്ടിനെ തന്നെ പൊക്കോളും. ഇതിനകത്തുള്ള ചകള അങ്ങനെ വലിച്ചെടുക്കാം. ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ചുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പോന്നു, പെട്ടെന്ന് പോരും. നീ അവനെ സെൻറ്റർ വെച്ചാൽ ഇങ്ങനെ സെൻറ്റർ വെച്ച് വെട്ടി ഇടാം. അതിൻ്റെ സെൻറ്റർ വെച്ച് അതെടുത്ത് കളഞ്ഞിട്ട് വെച്ച് വെട്ടി അതിന് ചിറക് വെട്ടി കളയാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മങ്കടയും വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ ഉള്ളൂ മങ്കട. ഇതിപ്പോൾ നമുക്ക് പൂജ കൊടുക്കാനേ പറ്റും, കാരണം ഇതൊന്നും ഒഴുകിയതില്ല. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ.